ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പൊ എല്ലാരും സമാധാനമായിട്ട് ജീവിക്കല്ലേ? ആ സമാധാനം എന്നും ഉണ്ടാവട്ടെ. ആദ്യം നിത്യാമ്മയുടെ അടുത്തുനിന്ന് പോയപ്പോഴേ നിത്യാമ്മയോട് കുറെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചിരുന്നു. അപ്പോ നിത്യാമ്മ പറഞ്ഞു, ആദ്യയെ ഭയങ്കര ഇഷ്ടാണെങ്കിലും ആദ്യയെ നിത്യാമ്മ പ്രസവിച്ചതല്ലല്ലോന്ന്. എന്നെ നിത്യാമ്മ പ്രസവിച്ചതല്ലല്ലോ. എനിക്ക് അച്ഛന്റെ അടുത്തുനിന്ന് പോവാൻ നല്ല സങ്കടമുണ്ട്. അയ്യോ, അച്ഛന്റെ അടുത്തുനിന്ന് പോയാ ഞാൻ എങ്ങനെ ഉറങ്ങുന്നു എനിക്കറിയില്ല, എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു എനിക്കറിയില്ല. അപ്പൂപ്പ വേറെ എവിടെ പോയാലും ഒരു രസവും ഉണ്ടാവില്ല. എന്റെ മോളെ ഇങ്ങനെ ഗതികേട് നിൽക്കുമ്പോഴേ ഒരു സമാധാനം തരാൻ ഈശ്വരന് പോലും കഴിയുന്നില്ല. അപ്പൂപ്പ ഞാൻ വിഷമിച്ചു എന്ന് അച്ഛനോട് പറയല്ലേ, നിത്യാമ്മയോടും പറയല്ലേ. ഇല്ലടാ, ഇല്ല. എപ്പോഴെങ്കിലും എനിക്ക് അച്ഛനെയും നിത്യാമ്മേനെയും കാണാലോ. അപ്പൂപ്പ അച്ഛനൊന്നും വരില്ല. അച്ഛന് വേണ്ടിയല്ലേ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നേ. മോളു, ഈ വെട്ടിമുറിക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. കുറച്ചു കാലം കഴിഞ്ഞ് മോള് സ്വന്തമായിട്ട് തീരുമാനമെടുക്കുന്ന സമയം വരും. ആ സമയത്തെ കുറിച്ചൊന്നും ഇവരാരും കണക്കൂട്ടുന്നുണ്ടാവില്ല. അപ്പോഴും മോളുടെ അച്ഛൻ മോളെ കാത്തിരിപ്പുണ്ടാവും. അപ്പോ മോളുടെ തീരുമാനം അനുസരിച്ച് മോൾക്ക് മോളുടെ അച്ഛൻ്റെ അടുത്തേക്ക് അച്ഛൻ്റെ കൂടെ വരാം. മോക്ക് അച്ഛൻ്റെ കൂടെ നിൽക്കാൻ തോന്നിയ മോക്ക് നിൽക്കാം. അങ്ങനെ പറ്റുമെങ്കിൽ എന്തോരം കാലം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ വരും. ഞാൻ അച്ഛന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ അച്ഛന്റെ മോളാ. അപ്പൂപ്പനറിയാം മോളെ, അപ്പൂപ്പനറിയാം. നമുക്കിനി അങ്ങോട്ട് വരച്ചു തുടങ്ങാം. ഇവിടെ നമ്മുടെ വീട് വരയ്ക്ക് കേട്ടാ. വരച്ചേ.
എനിക്കെതിരെ സാക്ഷി പറയാൻ വന്നാണോ അമ്മേ? എനിക്ക് ജീവപര്യന്തം വിധിക്കണമെന്നാണോ? അതോ വധശിക്ഷ കിട്ടണമെന്നാണോ ആഗ്രഹം? നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു അല്ലേ നിത്യ? ഇത്രയും കാലം നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ചു എന്ന് എന്നെ വിശ്വസിപ്പിച്ചു. എന്റെ അമ്മയാ അത് ചെയ്ത്. എന്തായാലും വൈകിയാണെങ്കിലും ഹാപ്പി മാരീഡ് ലൈഫ്. ഇപ്പൊ എല്ലാരും സമാധാനമായിട്ട് ജീവിക്കല്ലേ? ആ സമാധാനം എന്നും ഉണ്ടാവട്ടെ. എന്നും ഉണ്ടാവട്ടെ അമ്മേ. എന്തൊരു ശാന്തതയോടെയാ അവനിപ്പോ സംസാരിച്ചത്. പക്ഷേ പറഞ്ഞ വാക്കുകളിലൊക്കെ ഭീഷണി തന്നെയായിരുന്നു അല്ലേ ഹരി? ഇതൊക്കെ നമ്മൾ പ്രതീക്ഷ തന്നെയല്ലേ വന്നത്. കോടതി വരാന്തയിൽ വെച്ച് പോലും ഒന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയായിരിക്കും അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതെ അമ്മേ, അത് തന്നെയാണ് ഉദ്ദേശം. അതുകൊണ്ട് നമ്മളൊരു കാര്യം തീരുമാനിക്കണം. കോടതിയിൽ പറയാനുള്ള ഒരു കാര്യവും ബാക്കി വെക്കരുത്.